ഇന്ന് നമ്മൾ വായിക്കുന്ന ഒരു വാക്യം മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29. ആ വാക്യം അതെങ്ങനെയാണ്? അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തും ദൈവശക്തിയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. യേശു പറയുകയാണ്, നിങ്ങൾ തെറ്റിപ്പോകുന്നത് എവിടെയാണ്? ഒന്ന്, ദൈവവചനം അറിയാതെ വരുമ്പോൾ തെറ്റിപ്പോകുന്നു. അടുത്തത്, നിങ്ങൾക്ക് ദൈവശക്തി അതറിയണം. അറിഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിൽ പ്രാപിക്കാൻ കഴിയും. തിരുവെഴുത്ത് അറിയണം, ദൈവശക്തി അറിയണം. ഒന്നുകൂടി പറഞ്ഞ, തിരുവെഴുത്തിലൂടെ ദൈവശക്തിയെ കുറിച്ച് അറിയാതെ വന്നാൽ നാം തെറ്റിപ്പോകും. തിരുവെഴുത്തിലൂടെയാണ് ദൈവശക്തിയെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ രണ്ട് കാര്യം നമ്മൾ നന്നായിട്ട് അറിയണം. ദൈവവചനത്തിൻ്റെ എല്ലാ താളുകളും നമുക്കറിയാൻ കഴിയണം. എല്ലാ ചരിത്രങ്ങളും, ബൈബിളിൽ ഓരോ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഓരോ പാഠങ്ങളുണ്ട്. അങ്ങനെ പാഠങ്ങൾ ലഭിക്കാതെ വരുമ്പോഴാണ് നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി പല പാഠങ്ങളും പഠിക്കേണ്ടി വരും. ഇതെല്ലാം വേദപുസ്തകത്തിലുണ്ട്. ഓരോ സാഹചര്യങ്ങളിലൂടെയും പഠിക്കേണ്ട ആവശ്യമില്ല, അതിലൂടെ പഠിക്കാം. എന്നാൽ ദൈവവചനം നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി തെറ്റിപ്പോകില്ല എന്നാണ് യേശു പറയുന്നത്. അതായത് തിരുവെഴുത്തും ദൈവശക്തിയെയും നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ തെറ്റിപ്പോകില്ല. ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടില്ല. തെറ്റിപ്പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പരാജയപ്പെടില്ല. എത്ര പേര് ഇതിന് ആമേൻ പറയും? അപ്പം നമ്മൾ തെറ്റിപ്പോകാതിരിപ്പാൻ, വഴുതി വീഴാതിരിപ്പാൻ, പരാജയപ്പെടാതിരിപ്പാൻ, നമ്മളൊരു വിജയമാകാൻ ദൈവം തന്ന അനുഗ്രഹമാണ് തിരുവെഴുത്തും ദൈവശക്തി. എല്ലാവരും ഒന്ന് പറഞ്ഞ, തിരുവെഴുത്തും ദൈവശക്തി. ഒന്നും കൂടി ഒന്ന് ഉറച്ചു പറഞ്ഞ, തിരുവെഴുത്തും ദൈവശക്തി. അപ്പൊ ഇത് അറിയുമ്പോഴാണ് നമ്മൾ വിജയം കൊണ്ട് ഉയർന്നു വരുന്നത്. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ എന്തിനാണ് നമ്മൾ വരുന്നത്? ഇവിടെ ഒരു ചർച്ച ഉള്ളത് കൊണ്ട് വന്നിരുന്നത് കൊണ്ട് നമുക്ക് എന്നാ പ്രയോജനം? ബൈബിളുമായിട്ട് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നുകൊണ്ട് എന്താ പ്രയോജനം? ഇത് തുറന്നു നോക്കി ഇന്ന് മുതൽ ഈ തിരുവെഴുത്തുകളിൽ എന്തു പറയുന്നു? യേശുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിത വിജയ രഹസ്യം തിരുവെഴുത്ത് പറയുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു. യേശു പറഞ്ഞു, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, തിരുവെഴുത്ത് പറയുന്ന പോലെ മനുഷ്യപുത്രൻ പോകുന്നു. എന്നാൽ അവനെ കാണിച്ചു കൊടുക്കുന്നവനോ അയ്യോ കഷ്ടം, അവൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. തിരുവെഴുത്ത് പറയുന്നത് പോലെ യേശു ഈ ഭൂമിയിൽ വിജയം കൊയ്തെടുത്തു. കാൽവരി ക്രൂശിൽ സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞു. ഞാൻ ആ പറഞ്ഞ വാക്യം 26-24 തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു. സത്യം, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നവനോ ഹാ കഷ്ടം. എന്നാൽ അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്താണ്? ദാവീദ് എഴുതി, യിരെമ്യാവ് എഴുതി, ഒരുവൻ ഇങ്ങനെ ഒറ്റിക്കൊടുക്കുമെന്നും ആ ഒറ്റിക്കൊടുത്ത് കിട്ടുന്ന പൈസ കുശവന്റെ നിലത്തിന് വേണ്ടി എടുക്കുമെന്നും, അത് പിന്നത്തേതിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ ഇരിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്. അതെല്ലാം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലുണ്ട്. അപ്പൊ തിരുവെഴുത്ത് പറയുന്നത് പോലെയാണ് യൂദാ പോയത്. എന്താണ്? അവൻ പിശാചിന്റെ ഏജന്റ് ആയിട്ട് പോയി. എന്നാൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ യേശു പോയി പിതാവിൻ്റെ പ്രിയപുത്രനായിട്ട് ജീവിതം വിജയകരമാക്കി. നമ്മെ ദൈവം വിളിച്ചത് ദൈവത്തിൻ്റെ പ്രിയ മകനും പ്രിയ മകളുമായി ജീവിച്ച് സകലതും ഈ ഭൂമിയിൽ നന്നായി ചെയ്ത് വിജയം കൈവരിക്കാനാണ്. അപ്പൊ തിരുവെഴുത്തുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ നമുക്ക് വലിയ വിജയങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് ദൈവം തരുന്ന അടുത്ത ദിവസങ്ങൾ, പുതിയ മാസത്തിലേക്ക് വരുമ്പോൾ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കണം. ഞാൻ ഇന്ന് മുതൽ ബൈബിൾ വായിക്കും, ഞാൻ പ്രാർത്ഥനാപൂർവം വായിക്കും. എങ്ങനെ വായിക്കണം? എന്നെ കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത്? യേശു ബൈബിൾ വായിച്ചത് എങ്ങനെയാണ്? ഉൽപ്പത്തി തൊട്ട് മലാക്കി വരെ. അന്ന് ഉൽപ്പത്തി തൊട്ട് മലാക്കി വരെയുള്ളൂ ഈ പുസ്തകങ്ങൾ യേശു വായിച്ചത്. എന്നെ കുറിച്ച് തിരുവെഴുത്ത് എന്തു പറയുന്നു? എല്ലാവരും ഒന്ന് പറഞ്ഞ്, എന്നെ കുറിച്ച് തിരുവെഴുത്ത് എന്തു പറയും? അപ്പൊ എന്നെ കുറിച്ച്, അപ്പോൾ ദാവീദിനെ കുറിച്ച് അറിയാനല്ല ബൈബിൾ വായിക്കേണ്ടത്, ഏലിയാവിനെ കുറിച്ചുമല്ല അറിയാൻ ബൈബിൾ വായിക്കേണ്ടത്.
ഏലിയാവിൻ്റെ ചരിത്രത്തിലൂടെ, ദാവീദിൻ്റെ ചരിത്രത്തിലൂടെ, മോശയുടെ പുസ്തകത്തിലൂടെ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ഈ ബൈബിൾ എനിക്ക് തന്നതാണ്, ദൈവം എനിക്ക് തന്ന പുസ്തകമാണ്. ഇതിൽ എന്നെക്കുറിച്ച് എന്തൊക്കെ പറയുന്നു? അതിന് അടിവരയിടണം, കണ്ടുപിടിക്കണം. പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അങ്ങ് എഴുതപ്പെട്ട, അനേകരെ കൊണ്ട് അങ്ങ് എഴുതിയ ഈ പുസ്തകം അങ്ങയുടെ സഹായമില്ലെങ്കിൽ എനിക്ക് ഇത് ഒരു കഥാപുസ്തകം പോലെ തോന്നും. എന്നാൽ അങ്ങ് എൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ ഇതെനിക്ക് എൻ്റെ ജീവൻ്റെ മാർഗമായി തീരും. ഇതൊരു കഥാപുസ്തകമായി പോകരുത്, ഇതൊരു ജീവനായി വ്യാപരിക്കണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം, എബ്രായ ലേഖനം 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അത് സന്ധികളെ, മജ്ജകളെ, പ്രാണനെ, ഒന്നുകൂടി പറഞ്ഞ ദേഹം, ദേഹി, ആത്മാവിൽ എല്ലാ മേഖലകളിൽ ഇത് സഞ്ചരിക്കും. ശരീരത്തിലൂടെ സഞ്ചരിച്ചാൽ സൗഖ്യങ്ങൾ നടക്കും. മനസ്സിലേക്ക് കയറിയാൽ മനസ്സിൻ്റെ മുറിവുകൾ ഉണങ്ങും. വർഷങ്ങളായിട്ട് കിടക്കുന്ന മുറിവുകൾ, നമ്മൾ പറയില്ലേ, നല്ലൊരു കൗൺസിലിംഗ് ഈ പെങ്കൊച്ചിന് വേണം, ഈ കൊച്ചി ഇറക്കിന് കൗൺസിലിംഗ് വേണം, കൊച്ചു പ്രായത്തിൽ എന്തൊക്കെയോ മുറിവുകളുണ്ടായി, ഇന്ന ആൾക്ക് അബ്യൂസ് ചെയ്യപ്പെട്ടു, മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ടു, ഇങ്ങനെയുള്ള ചെറുപ്രായത്തിലെ ഉണ്ടായ പല മുറിവുകളും അത് ശരീരത്തിൽ നിന്നൊക്കെ മാറും. എന്നാൽ ഇത് മനസ്സിൽ നിന്ന് മാറാതെ കിടക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനം കയറിയാൽ മനസ്സിൻ്റെ മുറിവുകളെല്ലാം ഉണങ്ങും. ശരീരത്തെ സൗഖ്യമാക്കും, മനസ്സിനെ സൗഖ്യമാക്കും. മാത്രമല്ല ഈ വചനം ആത്മാവിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പോൾ ഈ ദൈവവചനമില്ലാതെ എങ്ങനെ നമുക്ക് വിജയകരമായ ജീവിതം നയിക്കാൻ കഴിയും? ദൈവവചനം കേൾക്കാൻ ആഗ്രഹത്തോടെ വരണം. ദൈവവചനം പഠിക്കണമെന്നുള്ളൊരു ദാഹം വേണം. ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കണം. കാരണം വചനം ദൈവമാണ്. അവനാദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ഒരു ശരീരമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്. ആ വചനം ഈ ഭൂമിയിൽ വന്നപ്പോൾ, ഞാനേ വചനമാണ്, എനിക്കിനി ബൈബിൾ വായിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞോ? ഇല്ല. തിരുവെഴുത്ത് എന്ത് പറയുന്നു? സാത്താൻ പരീക്ഷിക്കാൻ വന്നപ്പോൾ, നീ പള്ളിയുടെ മോളിൽ നിന്ന് ചാട്, അപ്പോൾ പറഞ്ഞു, ദൂതന്മാര് കാല് കല്ലിൽ തട്ടാതെ വണ്ണം കാക്കുമെന്നല്ലേ സങ്കീർത്തനത്തിൽ പറയുന്നത്. അതിന് യേശു പറഞ്ഞു, നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതിയിരിക്കുന്നു. നീ വീട് എന്നെ ആരാധിക്കേ. ഉടനെ യേശു സാത്താനോട്, സാത്താനെ നീ പോടാ, എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ യഹോവയല്ലാതെ വേറെ ആരെയും നമസ്കരിക്കരുതെന്ന് എഴുതിയിരിക്കുന്നു. യേശുവിന് അറിയേണ്ടത് എന്തെഴുതിയിട്ടുണ്ട്. ഇന്ന് ഇതിനകത്ത് ഈ ദൂത് പലരുടെ ജീവിതത്തെ മാറ്റും. എന്താണ് എഴുതിയത്? എന്താണ്? എന്നെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ബൈബിളിൽ എൻ്റെ ഓരോ വാക്കുകൾ എന്ത് പറയണമെന്ന് എഴുതിയിരിക്കുന്നു. ഞാൻ എന്ത് തീരുമാനമെടുക്കണമെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഏതു വഴിക്ക് തിരിയണമെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. ദൈവവചനത്തിൽ എന്തെഴുതിയിരിക്കുന്നു? യേശുവിന് ഇത് അറിയാൻ പാടില്ലെങ്കിലോ? നമ്മളതുകൊണ്ടാണ് പലയിടത്തുനിന്ന് എടുത്ത് ചാടുന്നത്. യേശുവിനെ ചാടിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? പിശാചിന് കഴിഞ്ഞില്ല. അവൻ സകല പരീക്ഷയും തികച്ച ശേഷം പുറകോട്ട് മാറിയെന്നാണ്. അപ്പോൾ പരീക്ഷ മുഴുവനും ദൈവവചനത്തിൽ നിന്ന് നമ്മെ തെറ്റിക്കുക. ഇതാണ് പിശാചിന്റെ തന്ത്രം. തിരുവെഴുത്തും ദൈവശക്തിയും ഒരു ദൈവ പൈതൽ അറിഞ്ഞാൽ മാത്രമേ അതിനെ പ്രാപിക്കാൻ കഴിയൂ. ദൈവശക്തി എന്തുകൊണ്ട് പലരും പ്രാപിക്കുന്നില്ല? തിരുവെഴുത്തിലൂടെ അത് അറിയണം. ഈ ദൈവശക്തി പ്രാപിച്ചവർ സാധാരണ മനുഷ്യരായി ജീവിച്ചില്ല. അവർ അസാധാരണമായ ജീവിതം നയിച്ചു. നമുക്കുള്ളതിനേക്കാൾ വലിയ വിഷയങ്ങൾ അവർക്കുണ്ടായി. എന്നാൽ അവർ വിഷയങ്ങളെ നിസ്സാരമായി നേരിട്ടു. അല്ലേ? ബൈബിളിൽ കാണുന്ന കാര്യം അതാണ്. അവർക്ക് ദൈവശക്തി ഉണ്ടായിരുന്നു. അബ്രഹാം ഒരു പ്രവാചകനായിരുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അബ്രഹാമിന് ഒരു ജീവിത പ്രതിസന്ധി വന്നപ്പോൾ നീണ്ട വർഷങ്ങൾ അവന് തലമുറകളില്ലായിരുന്നു. അവൻ വലിയൊരു നിന്ദയിലായിരുന്നു. എന്നാൽ അവൻ പ്രാപിച്ചത് ദൈവശക്തിയാണ്. കാരണം അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. അവൻ ദൈവത്തിൻ്റെ കൂടെ നടന്നു. അപ്പോൾ അവൻ ദൈവശക്തിയാൽ നിറഞ്ഞു.
അവൻ്റെ ഭാര്യയെ 2 പ്രാവശ്യം രാജാക്കന്മാർ പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ അവൻ ആത്മാവിൽ നിറഞ്ഞവനാണ്, അവൻ ദൈവത്തിൻ്റെ വിളിയുള്ളവനാണ്. അതുകൊണ്ട് അവൻ്റെ ഭാര്യയെ രാജാക്കന്മാർ കൂപ്പുകൈയോടെ പ്രായശ്ചിത്തം കൊടുത്തിട്ട് വലിയ സമ്പത്തോടുകൂടെ മടക്കി അയച്ചു, ക്ഷമ ചോദിച്ചുകൊണ്ട്. ഒരു രാജാവ് സാറായെ പിടിച്ചുകൊണ്ടുപോയി. കാരണം ആ നാട് അങ്ങനെയാണ്. ദൈവം അവനോട് പറഞ്ഞത് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകും. പല ദേശത്തേക്കൂടിയും പോകണം. പരിചയമില്ലാത്ത നാട്ടിൽ കൂടി പോകുമ്പോൾ അവിടുത്തെ രാജാക്കന്മാർ അവരുടെ കൈക്കരുത്ത് കാണിച്ചു, അവരുടെ മിടുക്ക് കാണിച്ചു. എന്നാൽ അബ്രഹാം ഓർത്തു, ദൈവമേ, നീ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഇറങ്ങി തിരിച്ചത്, എന്നിട്ട് എനിക്കിതെല്ലാം വന്നല്ലോ. എന്നാൽ പിടിച്ചുകൊണ്ടുപോയ സാറയെ കൊണ്ടുപോയ അബിമേലെക്കിന്റെ കുടുംബത്തിൽ ദൈവം അവരുടെ ഫാമിലിയിൽ ഗർഭം അടച്ചു കളഞ്ഞെന്നു. സ്വപ്നത്തിൽ ദൈവം അബിമേലെക്കിനോട് പറഞ്ഞു, നീ അബ്രാമിനെ വിളിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നിന്റെ കുടുംബമേ തീർന്നു പോകും. അവൻ പേടിച്ചു പോയി. ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പാണ്, ദൈവം പറഞ്ഞ വഴിയിലൂടെ പോകുമ്പോൾ അവിടെ രാജാക്കന്മാരോട് പോലും നമുക്ക് വേണ്ടി ദൈവം ഇടപെടുമെന്ന് ഇതിൽ നിന്ന് നമുക്കൊരു ദൂത് കിട്ടുന്നുണ്ട്. ബൈബിൾ വായിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിത യാത്രയിൽ ഇതുപോലെയുള്ള സന്ദേശങ്ങൾ നമുക്ക് കിട്ടൂ. അബ്രഹാമിൽ നിന്ന് ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഏലിയാവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്, എന്നിട്ടും ആ രാജ്യത്തെ മുഴുവനും ഏലിയാവ് ദൈവത്തിലേക്ക് തിരിച്ചു. ഉടനെ നമുക്ക് മനസ്സിലായി, ഒറ്റക്ക് നിന്നാലും ദൈവത്തിന് വേണ്ടി ഒറ്റക്ക് നിന്നാലും രാജ്യത്തെ പോലും മാറ്റാനുള്ള ശേഷി, ദൈവശക്തി ദൈവം ഒരു വ്യക്തിക്ക് പോലും കൊടുത്തെങ്കിൽ എനിക്കും അത് തരും. യേശു എപ്പോഴും ഒറ്റക്കായിരുന്നു. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടോ? കുറേ പേര് പോയപ്പോൾ യേശുവിനെ എല്ലാവരും വിട്ടു പോയപ്പോഴും പേടിയില്ല. കാരണം എന്നെ അയച്ച പിതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എങ്ങനെയാണ് ഉറപ്പ്? വേദപുസ്തകം വായിക്കുന്നവർക്ക് ഭയം മാറിപ്പോവും. വിചാരപ്പെടൽ. ഭയപ്പെടരുതെന്നുള്ള വാക്ക് 360-ലധികം പ്രാവശ്യം ഉണ്ടെന്ന് പലരും പറയുന്നു. ആയിരിക്കാം, അതിൽ കൂടുതലുണ്ടെന്നാണ്. എന്താണ്? ഒരു ദിവസം പോലും പേടിക്കരുതെന്ന് അതൊരു കൽപ്പനയാണ്. ഭയപ്പെടരുത്. അപ്പം ബൈബിളിൽ ഇത് 360-ലധികം പ്രാവശ്യം ഉണ്ടെന്ന് എങ്ങനെ അറിയുന്നത്? അത് വായിച്ച് അടിവര ഇട്ടവരാണ്, അത് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടാണ് പലരും പറഞ്ഞത് ഇത്രയും പ്രാവശ്യം ഭയപ്പെടരുതെന്നുണ്ടെന്ന്. അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ വരും. പെട്ടെന്നായിരിക്കും സ്വത്ത് നഷ്ടപ്പെടുന്നത്, പെട്ടെന്നായിരിക്കും ഒരു ആർക്കുമില്ലാത്ത ഒരു അനിഷ്ട സംഭവം വീട്ടിൽ വന്നത്, ആർക്കുമില്ലാത്ത പ്രതിസന്ധികൾ വന്നത്. നേരത്തെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. യേശു പോകുന്നതിന് മുമ്പ് പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പോൾ ബൈബിൾ വായിക്കുന്നവരുടെ ഭയം മാറിപ്പോവും. എന്തുകൊണ്ടാണ് വിശ്വാസികൾ പേടിച്ച് വരണ്ട് ജീവിക്കുന്നത്? ധൈര്യമില്ല. എന്തുകൊണ്ട് ധൈര്യമില്ല? കാരണം പിശാച് ഭയപ്പെടുത്തുകയാണ്, സാമ്പത്തിക പ്രതിസന്ധി നമ്മെ ഭയപ്പെടുത്തുകയാണ്, സാഹചര്യങ്ങൾ നമ്മളെ പേടിപ്പിക്കുകയാണ്, നമുക്കാരുമില്ല എന്ന വിചാരപ്പെടൽ നമ്മെ ഭയപ്പെടുത്തുകയാണ്. എന്നാൽ വേദപുസ്തകം വായിക്കുന്നവരുടെ മുഖത്തോട്ട് നോക്കിയാൽ ഒരു പ്രകാശമുണ്ട്. എന്താ കാരണം? ഇല്ല, ഈ ലോകം മുഴുവനും എനിക്കെതിരെ തിരിഞ്ഞാലും ഞാൻ ഭയപ്പെടുകയില്ല. കൈകളടിച്ചുകൊണ്ട് ആമേൻ, തിരുവെടുത്തറിയുന്നവർ ഒരിക്കലും തോറ്റുപോകില്ല. അപ്പോൾ അല്ലാതെ ഒരു പ്രവാചകൻ വന്ന് തലേ കൈവച്ച്, മകളെ ശോശാമേ നീ പേടിക്കരുത്. അപ്പൊ ബാക്കിയുള്ളവര്, ശോശാമക്ക് മാത്രം പേടിക്കണ്ട, ബാക്കി എല്ലാവർക്കും പേടിച്ച് ജീവിക്കേണ്ടി വരും. ഇല്ല, ഒരു പ്രവാചകൻ വന്ന് തലേ കൈവച്ച് പറയേണ്ട ആവശ്യമില്ല. തിരുവെഴുത്ത് വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വർഷത്തിൻ്റെ ഒരു ദിവസം പോലും, ഒരു മണിക്കൂറിൻ്റെ ഒരു മിനിറ്റ് പോലും പേടിക്കണ്ട. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എത്ര പേർ കൈകൾ അടിച്ച് ആ വചനത്തെ അങ്ങോട്ട് സ്വീകരിക്കും? എല്ലാ നാളും. എന്നിട്ട് കർത്താവ് പറയണ, ഭയപ്പെടരുത്. അതൊരു കൽപ്പനയാണ്. അടുത്തിരിക്കുന്നവരോട് പറ, ഭയപ്പെടരുത് എന്നുള്ളത് ഒരു കൽപ്പനയാണ്. ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം
ചെയ്യുക. അപ്പൊ വിശ്വാസത്തിന്റെ എതിര് സാധനവും ചുമന്നുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. പിന്നെ എങ്ങനെ വിശ്വാസം വർക്കാവും? നമ്മുടെ വീട്ടിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ വരുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കണമെങ്കിൽ നമുക്ക് ഭയം പോരാ, വിശ്വാസം വേണം. എന്നാൽ ഭയം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ എതിര് വാക്കാണ്. ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം. യായിറോസിന്റെ വീട്ടിലേക്ക് പോകുന്ന യേശു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉടനെ യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരികയാണ്. ഗുരുവിനെ ശല്യപ്പെടുത്തണ്ട, പറഞ്ഞു വിട്ടേക്ക്, കുഞ്ഞ് മരിച്ചുപോയി, അടക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തിട്ടാണ് സാറേ വരുന്നത്. യായിറോസിനോട്, പുള്ളിക്കാകെ ഒരു കുഞ്ഞേ ഉള്ളൂ. അപ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിന്റെ 34-35 വായിക്കുമ്പോൾ യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. അവൻ 36 മുതൽ യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. തൊട്ടു മുകളിൽ 34 തൊട്ടൊന്ന് വായിച്ചേ. 35 മുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആള് വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ ശല്യപ്പെടുത്തണ്ട, ഇനി കർത്താവിനെ വിട്ടേക്ക്. വല്ല പനിയോ ജലദോഷമൊക്കെ ആണെങ്കിൽ ഗുരു വന്ന് സൗഖ്യമാക്കും. വേറെ വല്ല ക്ഷീണമാണ്. ഇപ്പൊ മരിച്ചുപോയ കുഞ്ഞിനെ ഗുരു എന്ത് ചെയ്യാനാണ്? അപ്പൊ ഇത് യേശു കേൾക്കെയാണ് ഈ വന്ന ആൾക്കാർ പറയുന്നത്. അപ്പൊ യായിറോസ് ഷോക്കായി പോയി, സ്വന്തം കുഞ്ഞ് മരിച്ചുപോയി. യേശുവിനെ രാവിലെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. പോകുന്ന വഴിക്ക് രക്തസ്രാവക്കാരത്തി ഇടക്ക് കയറി യേശുവിനെ ഒന്ന് തൊട്ടു. അവള് സൗഖ്യമായി. അവളെ കാണാൻ യേശു നിന്ന്. അങ്ങനെ അവിടെ 1-2 മണിക്കൂർ അവിടെ പോയി. നെഞ്ചിടിപ്പ് മുഴുവൻ യായിറോസിനാണ്. കർത്താവ് നേരത്തെ വന്നിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഗതി വരുമായിരുന്നോ? സമയത്തിന് വന്നില്ല കർത്താവ്. അപ്പോഴാണ് കുഞ്ഞു മരിച്ചെന്നുള്ള വാർത്ത ഈ വീട്ടിലോട്ട് വരുന്നത്, ഈ വീട്ടിൽ നിന്ന് വരുന്നത്. ആ സമയത്ത് 36-ാമത്തെ വാക്കിൽ യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. എന്താണ്? യേശു ആരാണെന്ന് അറിയാം. ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും. യേശുവിനെ അറിയാം. യേശു എന്തിനീ ഭൂമിയിൽ വന്നെന്നറിയാം. ഈ ഭൂമിയിൽ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ജീവിപ്പിക്കാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഒടുക്കത്തെ നാളിൽ യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ഒരാൾ പോലും വിടാതെ ഉയർത്തെഴുന്നേൽപ്പിക്കാനാണ് യേശു വന്നത്. ഒടുക്കത്തെ നാളിൽ എല്ലാവരും, കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കും. ജീവനോടെയുള്ള നാം രൂപാന്തരപ്പെടും. ഇതൊക്കെ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചതാണ്. എങ്ങനെ അറിയാം? യേശുവിന് അതറിയാം. ഞാൻ എന്തിനു വന്നു? ഞാൻ തന്നെയാണ് ഉയർപ്പ്, ഞാൻ തന്നെയാണ് ജീവൻ, ഞാനാണ് വഴി, ഞാനാണ് സത്യം, എൻ്റെ പിതാവ് എന്നെ അയച്ചിരിക്കുകയാണ്. ഇതെല്ലാം യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ, മനുഷ്യ ശരീരത്തിൽ ഇരുന്നപ്പോൾ ബൈബിൾ വായിച്ച് യേശു ആരാണെന്ന് യേശു പോലും മനസ്സിലാക്കിയെന്ന്. യേശുവിന് മനസ്സിലായി, ഞാനാണ് വഴി. മോശ എഴുതിയിട്ടുണ്ട്, എന്നെ പോലൊരു പ്രവാചകനെ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽപ്പിക്കും, അവൻ പറയുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം എന്ന് പറഞ്ഞാണ് മോശ മരിച്ചത്. അപ്പൊ മോശയുടെ പുസ്തകത്തിൽ നോക്കുമ്പോൾ എന്നെ പോലൊരു പ്രവാചകൻ, അത് താനാണെന്ന് മനസ്സിലായി. യെശയ്യാവ് എഴുതി വച്ചിരിക്കുന്നു, അത് താനാണെന്ന് മനസ്സിലായി. ഇരമ്യാവ് എഴുതി വച്ചിരിക്കുന്നു, സങ്കീർത്തനങ്ങളിൽ ദാവീദ് പറഞ്ഞിരിക്കുന്നു, അത് ഞാനാണ് എന്ന് യേശുവിനെ കുറിച്ച് മനസ്സിലാക്കി. അതുകൊണ്ട് യേശുവിനെ യായിറോസിന്റെ വീട്ടിൽ നിന്ന് വന്ന ആ വാർത്തയെ യേശു കാര്യമാക്കിയില്ല. അതാണ് യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. മരണം എന്ന വാക്ക് യേശു വില കൽപ്പിച്ചില്ലെന്ന്. വലിയ ജപ്തി, കടക്കിണി യേശു വില കൽപ്പിക്കുന്നില്ല. ഈ സ്ഥലം നിർജ്ജന സ്ഥലമാണ്, ഇവിടെ ഒന്നും വാങ്ങാൻ കിട്ടില്ല. 3 ദിവസമായി ജനമൊന്നും കഴിച്ചിട്ടില്ല. അവർ നടന്നു പോയാൽ വഴിയിൽ ക്ഷീണിക്കും. അപ്പൊ ലൊക്കേഷൻ ശരിയല്ല. 1. 2, സാമ്പത്തികമായി യാതൊരു ചുറ്റുപാടും ആ സ്ഥലത്തില്ല. പുരുഷന്മാർ മാത്രം 5000 പേരുണ്ട്. ഒരു സാമ്പത്തിക സമൃദ്ധിയുടെ ചുറ്റുപാടില്ല. ലൊക്കേഷൻ ശരിയല്ല.
ആരുടെയും കയ്യിൽ ഒന്നുമില്ല. അവസാനം ഒരു കൊച്ചിൻ്റെ കയ്യിൽ 5 അപ്പം 2 മീൻ. അവൻ തരുമെന്ന് ഉറപ്പില്ല. എങ്ങനെ അവനോട് മേടിച്ചു? ഒരു സാധ്യതയുമില്ല. എന്നാൽ യേശു ആ സാഹചര്യങ്ങളെ കണ്ട് പതറിയില്ല. ശിഷ്യന്മാർ പറഞ്ഞു, എന്ത് ചെയ്യും? ആകെ 200 പണം കൊണ്ട് എന്ത് നടക്കാനാണ്? യേശു ആ വാക്കുകൾ കാര്യമാക്കിയില്ല. ഫിലിപ്പോസ് പറഞ്ഞതും അന്ത്രയോസ് പറഞ്ഞതും പത്രോസിൻ്റെ മുഖം കണ്ടതും തോമാസിൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ വേറൊരു മുഖമാണ്. ഓരോരുത്തരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം യേശുവിന് മനസ്സിലാകുന്നുണ്ട്. ഒന്നുമില്ല. പലരുടെ നെറ്റി ചുളിഞ്ഞിരിക്കുകയാണ്. എന്താണ്? അസ്വസ്ഥതയാണ്. ഇവർക്ക് എങ്ങനെ തിന്നാൻ കൊടുക്കുമെന്നാണ്. കർത്താവേ പതുക്കെ പറ. ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർക്ക് കഴിക്കാൻ കൊടുക്കണം. നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. കർത്താവേ പതുക്കെ പറ. ആകെ 5 അപ്പം 2 മീനേ ഉള്ളൂ. എല്ലാവരെയും പന്തി പന്തിയായി ഇരുത്തും. കർത്താവേ പതുക്കെ പറ. ഉള്ള ഈ 5 അപ്പം 2 മീനും അതിന് പറ്റിയ ആൾക്കാരെ, ഷുഗറൊക്കെ ഉള്ള, അവർക്ക് ടൈമിന് കഴിച്ചില്ലെങ്കിൽ തളർച്ച വരും, അവർക്കൊക്കെ നമുക്ക് ഈ 5 അപ്പം 2 മീൻ പിച്ചി അങ്ങോട്ട് കൊടുക്കാം. കർത്തൃമേശക്ക് കൊടുക്കുന്ന പോലെ ചെറുതായിട്ട് കൊടുത്താൽ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞങ്ങോട്ട് പറഞ്ഞു വിടാം. കർത്താവ് പറഞ്ഞു എല്ലാവരും പന്തി പന്തിയായി ഇരുത്തും. കർത്താവെ പതുക്കെ പറ. ഈ സാഹചര്യങ്ങളിൽ അവർ പതറുകയാണ്. എന്നാൽ യേശു പതറുന്നില്ല. കാരണം യേശുവിനെ അറിയാം, ഞാനാണ് വഴി, എന്നിലൂടെ സകല ഉറവകളും ഒഴുകി വരും. ഞാനൊരു വഴിയാണ്. അനുഗ്രഹത്തിന്റെ വഴി ഞാനാണ്. സമൃദ്ധിയുടെ വഴി ഞാനാണ്. യേശുവിനെ അറിയാമായിരുന്നു. അപ്പൊ നമുക്ക് നമ്മെ അറിയണമെങ്കിൽ നമുക്ക് വേദപുസ്തകമില്ലാതെ എങ്ങനെ അറിയും? വേദപുസ്തകം മനസ്സിലാക്കിയാൽ, ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ബൈബിൾ വായിക്കാമോ? 10 അധ്യായം വായിക്കാനോ 50 അധ്യായം വായിക്കാനോ ഒരധ്യായവും വായിക്കാൻ പറയുന്നില്ല. നിങ്ങൾ ഹൃദയം തുറന്ന് പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട്, കർത്താവേ എനിക്ക് അബ്രഹാമിൻ്റെ ചരിത്രം ഒന്ന് മനസ്സിലാക്കി തരണം. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിനെ നിങ്ങൾ തിരിച്ചു വെക്കും. ഇന്ന് കാണുന്ന എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ മാറ്റിവെക്കും. കർത്താവേ എനിക്ക് യോശുവയുടെ ചരിത്രമൊന്ന് എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന്, അവിടെ ബൈബിൾ വായിക്കുന്നവർ തൃക്കാൽക്കൽ ഇരുന്ന് തിരുവെഴുത്തുകളെ പ്രാപിച്ചെന്നാണ്. ദൈവസന്നിധിയിൽ ഇരുന്ന് വചനം നമ്മൾ നമ്മുടേതാക്കണം. പ്രാപിക്കുക എന്ന് പറയുന്നത് നമ്മുടേതാക്കണം. ബൈബിളിലുള്ള ചരിത്രം പണ്ടാരോ പറഞ്ഞ പോലെ കൊരിന്ത്യ ലേഖനം വായിച്ചിട്ട് കോഴഞ്ചേരിക്കാർക്ക് എന്നാ കാര്യം എന്ന് പറഞ്ഞതുപോലെ ഇരിക്കരുത്. കൊരിന്ത്യ ലേഖനം കോഴഞ്ചേരിക്കാർക്ക് മാത്രമല്ല, കൊയിലാണ്ടിക്കാർക്കും ഉള്ളതാണ്, എല്ലാവർക്കും ഉള്ളതാണ്. അത് കൊരിന്ത്യർക്ക് എഴുതിയതല്ലേ? അത് റോമാക്കാർക്ക് എഴുതിയതല്ലേ? അത് ഫിലിപ്പിയൻസിന് എഴുതിയതല്ലേ? ആലപ്പുഴക്കാർക്കുള്ള ലേഖനം, മലയാളിക്കുള്ള ലേഖനം എന്നൊരു ലേഖനം ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഞങ്ങൾ വായിക്കുമായിരുന്നു. എന്ന ഇരിപ്പ് ആദ്യം അവസാനിപ്പിക്കും. കർത്താവിലോട്ട് തിരിയെ. ദൈവവചനത്തിലുണ്ട്. ഏത് ചരിത്രം വായിച്ചാലും അത് നമ്മോട് സംസാരിക്കും. അത് ഇരുവായ്ത്തലയുള്ള വാളാണ്. ശരീരത്തിലേക്ക് അത് കടക്കും, ശരീരം മാറ്റിമറിക്കും, മനസ്സിൻ്റെ എല്ലാ പരിമിതികളും പൊളിച്ചു കളയും, എല്ലാ നിരാശകളും എല്ലാ മുറിവുകളും, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ മുറിവുകൾ. ചിലർ പറയും ഇന്നർ ഹീലിംഗ് വേണം. എനിക്കൊരു ഇന്നർ ഹീലിംഗ് വേണം. കാരണം കുഞ്ഞുനാളിലെ ഉണ്ടായ മുറിവ്, അപ്പൻ തല്ലിയ മുറിവ്. ഒരിക്കൽ ഒരു ദൈവദാസൻ ഇവിടെ പാസ്റ്റർ പ്രിൻസ് വന്നപ്പോൾ പറഞ്ഞു, അപ്പൻ തല്ലിയ മുറിവ്. ആ മുറിവ് ഓർത്തിരിക്കുന്നവർ, അമ്മ തല്ലി, അപ്പൻ ചട്ടകം പഴുപ്പിച്ചു വെച്ചു. പണ്ടത്തെ കാലത്ത് പിള്ളേരുടെ ഈ ഭാഗത്ത്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുണ്ട്, ഇത്രയും വലിയ പാടായിരിക്കും. അതൊരു കോമൺ ആണ്. എന്താണ്? അമ്മ ചട്ടകം പഴുപ്പിച്ച് വെച്ചതാണ്. ചെറിയ പരിപാടികളേ ഉള്ളൂ, ചെറിയ ചെറിയ പരിപാടികൾ. അന്ന് കാരണം തൊട്ടടുത്ത് കിട്ടുന്ന ചട്ടകമാണ്. അന്ന് അടുപ്പിലോട്ട് വെക്കുക, ചെറുക്കനെ പിടിക്കുക, വെച്ച് കൊടുക്കുക. ഇന്നാണെങ്കിലോ അമ്മ അറസ്റ്റിൽ. അപ്പോൾ ചട്ടകം അന്ന് എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു. ഇന്ന് അമ്മമാർക്ക് മിക്സിയൊക്കെ ഉള്ളൂ. ഇന്ന് നിയമങ്ങൾ മാറി. ഇന്ന് പിള്ളേരെ പേടിയാണ്. പിള്ളേരെന്ത് കടുങ്കയും ചെയ്ത് കളയും. അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പോൾ
സാഹചര്യങ്ങളെല്ലാം മാറി, ഉപദേശിക്കാൻ കഴിയില്ല. അപ്പം ഇങ്ങനെ മുറിവുകളേറ്റ, ആ കാലത്തൊക്കെ മുറിവുകളേറ്റ് വളർന്ന ഈ അപ്പനെ അമ്മയെ ആരാണ് കൗൺസിലിംഗ് ചെയ്തത്? ഇപ്പോഴാണ് ഈ കൗൺസിലിങ്ങും പരിപാടിയൊക്കെ ഇറങ്ങിയത്. എന്ത് കൗൺസിലിംഗ് ഉണ്ടായി നമ്മളെയൊക്കെ ചെറുപ്രായത്തിൽ? ഒന്നുമില്ല. അപ്പോൾ ഇവിടെ വന്ന പാസ്റ്റർ പ്രിൻസ് പറയാണ്, മുറിവ് പോലും മുറിവ്. എൻ്റെ അപ്പൻ എന്നെ തല്ലിയതിന് കാപ്പി വെടി വെട്ടി കയ്യും കാലും കെട്ടിയിട്ട് മുതുകത്തടിച്ചതിന് ഒരു കണക്കുമില്ല, എനിക്ക് ഒരു മുറിവുമില്ല. യേശുവിലോട്ട് വന്നപ്പോൾ എല്ലാ മുറിവുകളും മാറിപ്പോയി. അപ്പം യേശുവിലോട്ട് വരുമ്പോൾ നിന്റെ മുറിവുകളെല്ലാം മാറുകയാണ്. കാരണം എല്ലാം സകലതും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കാണ്. അപ്പോൾ തിരുവെഴുത്ത് അറിയുന്നവർ അവരുടെ ജീവിതം വിജയമാക്കും. തിരുവെഴുത്ത് നന്നായിട്ട് അറിയണം, ബൈബിളുമായിട്ട് നല്ല ബന്ധം വേണം. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിന് സാഹചര്യങ്ങളെ പേടിയില്ല. 5 അപ്പം, 5 അപ്പം മതി, 2 മീനേ ഉള്ളൂ, മതി, വറുത്തതാ, മത്തിയോ മതി. മത്തിയാണെങ്കിൽ മത്തിയാസിന് കൊടുത്താലോ പോരാ, അത് എല്ലാവർക്കും കൊടുക്കണം. 2 മത്തി കൊണ്ട് എന്ത് ചെയ്യാനാണ്? എല്ലാവരും തിന്ന് ശേഷിപ്പിച്ച് 12 കൊട്ട നിറച്ചെടുത്തു. അത് എടുക്കാൻ പോലും ശിഷ്യന്മാരൊന്നും മറന്നുപോയി. കാരണം അതുപോലെ വയറ് നിറഞ്ഞു. ചെറിയ വിശപ്പുണ്ടായിരുന്നെങ്കിൽ ഓരോ കൊട്ട എടുക്കാമായിരുന്നു, മറന്നുപോയി, എടുക്കാൻ മറന്നുപോയി. അതുപോലത്തെ ഒരു ഓവർഫ്ലോ എവിടെ? മരുഭൂമിയിൽ, ഇല്ലായ്മയുടെ നടുവിൽ. യേശുവിനെ അറിയാം ഞാൻ എന്തിന് ഈ ഭൂമിയിലേക്ക് വന്നു. യേശുവിനെ അറിയാം. ഇതുപോലെ നമുക്ക് ജീവിക്കണ്ടേ? സാഹചര്യങ്ങളിൽ കടന്ന് അയ്യോ എനിക്കാരുമില്ല, എൻ്റെ അപ്പനൊരു ബാങ്ക് മാനേജർ ആയിരുന്നെങ്കിൽ, എൻ്റെ അപ്പനൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ. വെറുതെ കിനാവ് കാണല്ലേ. ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾ ഇന്ന നിലയിൽ എത്തുമായിരുന്നു. എത്ര നിലയിൽ? വെറുതെ അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു. വേണ്ട, നിന്റെ ഇല്ലായ്മകളുടെ നടുവിൽ നീ ആരെന്ന് തിരിച്ചറിയണം. യേശുവിനെ പോലെ യേശു ഇല്ലായ്മയുടെ നടുവിൽ നിൽക്കുകയാണ്. 5000 പുരുഷാരം മാത്രമുണ്ട്, പുരുഷന്മാർ മാത്രം 5000. ഇല്ലായ്മയുടെ നടുവിലാണ്. യേശു പേടിച്ചില്ല. 200 പണമേ ഉള്ളൂ. യേശു പറഞ്ഞു അതൊന്നും വേണ്ട, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, കൊണ്ടുപോവാ. അവിടെ ഒരു വലിയ സമൃദ്ധി ഉണ്ടായി. ആ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടില്ല. അതിൻ്റെ അർത്ഥം പോകുന്ന വഴിയിലെല്ലാം ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ, സൈക്കിളിൽ കയറുമ്പോൾ കാക്കുമെന്ന് മാത്രമല്ല, നിന്റെ സാമ്പത്തിക മേഖലയിലും ഞാൻ നിന്റെ കൂടെ ഇതുപോലെ ഇരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം നിങ്ങളും ഞാനും നേരിടുന്ന സാമ്പത്തിക മേഖലയിൽ പേടിക്കണ്ട. ഇപ്പോൾ യായിറോസിന്റെ വീട്ടിൽ കുഞ്ഞു മരിച്ചുപോയി. അങ്ങർക്ക് പൈസക്കൊന്നും ഒരു കുറവുമില്ലെന്നേ. ആവശ്യത്തിന്, നമ്മൾ പറയുന്ന ഭാഷയാണ്, ഇട്ട് മൂടാൻ പൊന്നും പണവുമുണ്ട്. അങ്ങനത്തെ ഒരു വീടാണത്. പള്ളി പ്രമാണിയാണ്, സമൂഹത്തിൽ വലിയ മാന്യതയുള്ള ആളാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ വിഷയം പണം കൊണ്ട് തീരുന്നതല്ല, പൊന്നുകൊണ്ട് തീരുന്നതല്ല, പദവി കൊണ്ടും തീരുന്നതല്ല. ഇത് ദൈവത്തെ കൊണ്ട് മാത്രം തീർക്കാൻ കഴിയുന്ന ഒരു വിഷയം, ദൈവത്തിന് മാത്രം തീർക്കാൻ കഴിയുന്ന ഒരു വിഷയം. യേശു പറഞ്ഞു, യേശു ആ വാക്ക്, നിന്റെ കുഞ്ഞു മരിച്ചുപോയി, ഗുരുവിനെ ശല്യപ്പെടുത്തണ്ട, പറഞ്ഞു വിട്ടേക്ക്. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. ഈ ദിവസങ്ങളിൽ ചില വാക്കുകൾ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാലും അച്ചായൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, എന്നാൽ അവൾ എന്നെ അങ്ങനെ പറഞ്ഞല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞല്ലോ. ലോകം മുഴുവൻ എന്തു പറഞ്ഞാലും യേശുവിനെ പോലെ ഞാൻ ആ വാക്ക് കാര്യമാക്കുന്നില്ല. ആ വാക്കല്ല എൻ്റെ ഭാവി. എന്നെ എനിക്കറിയാം. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. എന്തുകൊണ്ട് കാര്യമാക്കിയില്ല? യേശുവിനെ അറിയാം. നിനക്ക് നിന്നെ അറിയാൻ കഴിയുമെങ്കിൽ, എനിക്ക് എന്നെ അറിയാൻ കഴിയാമെങ്കിൽ, മനുഷ്യർ പറഞ്ഞ വാക്കുകൾ, പാസ്റ്റർ എൻ്റെ ഭർത്താവ് എന്നെ അങ്ങനെ പറഞ്ഞു, എൻ്റെ ഭാര്യ ഫോണിൽ കൂടി എന്നോട് ഇങ്ങനെ സംസാരിച്ചു. ഒരു ഭാര്യക്ക് അങ്ങനെ പറയാമോ പാസ്റ്റർ? പറയാൻ പാടില്ല. പക്ഷെ പറഞ്ഞു പോയില്ലേ? ആ വാക്ക് കാര്യമാക്കണം. അടുത്തിരിക്കുന്നവരോട് പറ, ആ വാക്ക് കാര്യമാക്കണം.
അതിൻ്റെ അർത്ഥം നിന്നെ തളർത്തുന്ന, നിന്നെ വില കുറഞ്ഞു കാണിക്കുന്ന ഒരു വാക്കും കാര്യമാക്കരുത്. യേശുവിനെ വില കുറഞ്ഞു കാണിച്ച ഒരു വാക്കായിരുന്നു ആ വ്യക്തി പറഞ്ഞത്. എന്താ 35-ാം വാക്യം? ആ വാക്യത്തിൽ പറയുന്നത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആള് വന്നിട്ട് നിന്റെ മകൾ മരിച്ചുപോയി. അത് വലിയ കുഴപ്പമില്ല, അത് നടന്നൊരു കാര്യമാണ്. എന്നാൽ അടുത്ത വാക്ക് യേശുവിനെ നിസ്സാരനാക്കിയ ഒരു വാക്കാണ്. ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന്? ഗുരുവിനെ ഒന്നും ചെയ്യാൻ യേശുവിനെ തരം താഴ്ത്തിയത്. അപ്പം ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു അപ്പൻ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു സ്കൂൾ ടീച്ചർ എന്ന നിലയിൽ, ഒരു പാസ്റ്റർ എന്ന നിലയിൽ നമുക്ക് ദൈവം ഇരിക്കുന്ന സ്ഥാനത്ത് ആ സ്ഥാനത്തെ തരം താഴ്ത്തിയാൽ നമുക്ക് വിഷമം ഉണ്ടാകുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടേതായ ഒരു മാന്യതയുണ്ട്, അവരവർക്കൊരു പദവി അവരവർക്ക് തന്നെ അറിയാം. എന്നാൽ അതിൻ്റെ താഴെ നമ്മളെ കൊണ്ടുപോയാലോ? യോഹന്നാൻ തുടങ്ങുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയ, വചനം ദൈവമായിരുന്നു. ദൈവത്തെ തരം താഴ്ത്തി പറഞ്ഞു. ആര്? യായിറോസിന്റെ വീട്ടിൽ നിന്ന് വന്നയാള്. അപ്പൊ യേശുവിനെ തരം താഴ്ത്തിയപ്പോൾ എന്നെ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. അടുത്തിരിക്കുന്നവരോട് പറ, എന്തെങ്കിലും പറ. നിങ്ങളെ മറ്റുള്ളവർ പറയുന്ന നിസ്സാരമാക്കുന്ന വാക്കുകൾ കാര്യമാക്കരുത്. അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കുറഞ്ഞു. എനിക്കിന്നൊന്നും വേണ്ട, എന്നെ എന്നാൽ അങ്ങനെ പറഞ്ഞല്ലോ, ആ വാക്ക് കാര്യമാക്കാതെ വന്ന് എന്തെങ്കിലും കഴിക്കേ. എനിക്ക് കഴിക്കാൻ വേണ്ട, എനിക്ക് ചായ വേണ്ട, പഞ്ചസാരയും പാലിൽ ലാഭം, ആ വാക്ക് കാര്യമാക്കി. എന്നാൽ പാസ് ആ പ്രസംഗിച്ചത് കൈ അങ്ങോട്ടാ ചൂണ്ടിയെങ്കിൽ എന്നെയാണ് നോക്കിയത്. ഞാൻ അടുത്ത ആഴ്ച മുതൽ സഭയിൽ വരുന്നില്ല. ആ വാക്ക് കാര്യമാക്കല്ലേ. ചെറിയ കാര്യം മതി. ഈ മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ എന്താ വീണത്? തേങ്ങ വീണതുപോലെ. ഒരിക്കലും എന്തോ ഒരു കാര്യത്തിന് ഒരാൾ പറഞ്ഞു, ഞങ്ങൾ കുടുംബമായിട്ട് പോവുകയാണ്, എന്നാലും പാസ്റ്റർ അത് പറഞ്ഞല്ലോ. എന്നിട്ട് പോകുമ്പോൾ അദ്ദേഹം വേറെ ആരോടോ പറഞ്ഞു, ഞങ്ങൾ അല്ലെങ്കിൽ പോകാനിരിക്കുകയായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ മോൻ എന്നോട് പറഞ്ഞു, മോൻ എനിക്കൊരു മെസ്സേജ് ഇട്ടു, പാസ്റ്റർ ഞങ്ങൾ പോകാനിരിക്കുകയായിരുന്നു. പക്ഷേ അപ്പം പറഞ്ഞത് ഇങ്ങനെയാണ്, പാസ്റ്റർ ഞങ്ങളെ അങ്ങനെ പറഞ്ഞു. ആ പ്രസംഗത്തിൽ പാസ്റ്റർ പറഞ്ഞ വാക്ക് ഞങ്ങൾക്കെതിരെയാണ്, അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. പക്ഷെ മോൻ അതിനു മുമ്പേ മെസ്സേജ് എനിക്ക് വാട്സാപ്പിലിട്ടു, അങ്കിളെ ഞങ്ങൾ നേരത്തെ പോകാനിരിക്കുകയായിരുന്നു. അതാണ് മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിലെ തേങ്ങ എന്ന് പറയുന്നത്. ചില വാക്കുകൾ, ആ വാക്കിൽ പിടിച്ച് യേശു ഇതൊന്നും കാര്യമാക്കി. യേശുവിനെ അറിയാം. നീ നിന്നെ അറിയണം, നീ നിന്നെ നന്നായിട്ട് അറിയണം. വീട്ടിൽ ഭർത്താവ് വില കൽപ്പിച്ചില്ലെങ്കിലും, ഭാര്യ വേണ്ട രീതിയിൽ മാന്യത തരാൻ മറന്നുപോയാലും, കുഞ്ഞുങ്ങൾ വില കൽപ്പിച്ചില്ലെങ്കിലും, അവരവരുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കണമെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. നമ്മുടെ വിളിയെ നാം മനസ്സിലാക്കണം. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല, തന്നെ നിസ്സാരനാക്കി. യേശുവിനെ കോടതികളുടെ മുമ്പിൽ പീലാത്തോസ്, ഹേരോദാവ്, മഹാപുരോഹിതന്മാർ, ഇവിടെയെല്ലാം മാറി മാറി യേശുവിനെ പലയിടത്തും നിർത്തി വിസ്തരിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, യേശുവിനെ അവർ നിസ്സാരനാക്കിയെന്ന്. എന്ത് ചെയ്തു? യേശുവിനെ നിസ്സാരനാക്കി. തലയിൽ ഒരു മുൾക്കിരീടം വെച്ചു. ഒരു 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 യേശുവിൻ്റെ ആ നല്ല ഉടുപ്പ് മാറ്റിയിട്ട് ഒരു കളിയാക്കുന്ന ഒരു വില കുറഞ്ഞൊരു ഡ്രസ്സ്, രാജവസ്ത്രം പോലെ ഉണ്ടാക്കിയിട്ട് അത് ധരിപ്പിച്ചു. എന്നിട്ടൊരു കോല് കയ്യിൽ കൊടുത്തിട്ട്, രാജാവേ ജയ ജയ എന്ന് പറഞ്ഞു. നീ പ്രവാചകനല്ലേ? കണ്ണ് കെട്ടിയിട്ട് പറഞ്ഞു, ആരാണ് നിന്നെ തല്ലിയതെന്ന് പറ, പേര് പറ, പേരെടുത്ത് ദൂത് പറ.
നീ ഒത്തിരി പേരോട് സക്കായിയെ വേഗം ഇറങ്ങി വാന്നൊക്കെ പറഞ്ഞതല്ലേ? മരത്തിന്റെ മണ്ടയിലിരിക്കുന്നവനെ പേര് വിളിച്ചതല്ലേ? നീ ശീമോനെ പത്രോസാക്കുന്നവനല്ലേ? ഞങ്ങളുടെ പേര് പറ, ഞങ്ങളെ തല്ലിയത്. യേശുവിനെ അവർ നിസ്സാരനാക്കിയ ശേഷം വീണ്ടും വസ്ത്രം ധരിപ്പിച്ചെന്നാണ്. നിസ്സാരനാക്കി. ആരെ? ഈ പ്രപഞ്ചത്തെ ഉളവാക്കിയവനെ. പ്രപഞ്ചത്തിന്റെ മുഴുവൻ നിയന്ത്രണവും അവന്റെ കയ്യിലാണെന്ന് എബ്രായ ലേഖനം 1:3 സകലതും അവന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ഭൂമിയെ മാത്രമല്ല, സൗരയുധങ്ങളെ മാത്രമല്ല, സകലത്തെയും. 1:3 പറയുന്ന അവന്റെ തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകെ കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നു. എല്ലാം തീർത്ത ശേഷം ഈ ഭൂമിയിൽ വന്ന് സകലതും നിവർത്തിയാക്കിയ ശേഷം പിതാവിന്റെ വലത്ത് ഭാഗത്ത്, മഹിമയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന യേശുവിനെ കുറിച്ച് എബ്രായ ലേഖനം പറയുകയാണ്. തുടങ്ങുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്. ദൈവം പണ്ട് ഭാഗമായി, മോശ മുഖാന്തരം, പ്രവാചകൻ മുഖാന്തരം ഒക്കെ ദൈവം പണ്ട് ഭാഗമായി വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിലും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവനെ ലോകം നിസാരനാക്കി. ആരെ? സകലതും ഉളവാക്കിയ ദൈവമെല്ലാം അവന് വേണ്ടി ഉണ്ടാക്കിയ സകലത്തിന്റെ അവകാശിയെ കേവലം നിസാരനായ മനുഷ്യർ നിസാരനാക്കി. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ സകലർക്ക് ശ്വാസം കൊടുക്കുന്നവനെ നിസാരനാക്കി. പിന്നെയാണോ നമ്മുടെ ചെറിയ കാര്യം എന്നെ അവരെ വില കുറച്ച് കണ്ടു. ഇന്നലെ ഞാനൊരു മീറ്റിങ്ങിന് ചെന്നപ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പാസ്റ്റർ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ റവറൻഡ്, ഡോക്ടറും പിന്നെ എന്തൊക്കെ കുറേ സാധനങ്ങൾ എന്നോട് പറഞ്ഞു. പേര് മാത്രം മനസ്സിലായില്ല. റവറൻഡ് മനസ്സിലായി, ഡോക്ടറും മനസ്സിലായി, കുറേ സാധനം. നമ്മളിങ്ങനെ വലുതാക്കുകയാണ്. റവ പണ്ടൊരാൾ പറഞ്ഞല്ലേ, റവയില്ലെങ്കിലും കുഴപ്പമില്ല, സുവിയെങ്കിലും ഉണ്ടായ സുവിശേഷകൻ. റവറൻഡ് ഇല്ലെങ്കിലും റവയില്ലെങ്കിലും മൈദയായാലും മതി എന്ന് പറഞ്ഞ പോലെ ഒരു സുവിയെങ്കിലും മതി. അപ്പം നമ്മളെ വലിയവരാക്കാൻ വേണ്ടി ഭയങ്കര പരിപാടി നടക്കുമ്പോൾ യേശു നിസ്സാരനാകാൻ അവരുടെ മുമ്പിൽ രോമം കത്തിരിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ യേശു അവിടെ നിന്ന്. എന്താണ്? യേശുവിനെ അറിയാം. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉടമസ്ഥനാണ് ഞാനെന്നും ദൈവത്തിന്റെ ഓമന പുത്രനാണ് ഞാനെന്നും യേശുവിനെ അറിയാം. അതുകൊണ്ടാണ് എല്ലാവരും നിസ്സാരനാക്കിയിട്ടും യേശു അവിടെയെല്ലാം മുറിവേൽക്കുന്നില്ല, തളരുന്നില്ല, ക്ഷീണിക്കുന്നില്ല, മാറിപ്പോയി കിടക്കുന്നില്ല, പിറുപിറുക്കുന്നില്ല, അസ്വസ്ഥമാകുന്നില്ല. യേശുവിനെ അറിയാം. ഇതുപോലെ നാം തിരുവെഴുത്തിലൂടെ നമ്മെ അറിയണം. തിരുവെഴുത്തിലൂടെ, ദൈവവചനത്തിലൂടെ ഞാൻ എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ, നമ്മെ ലോകം മുഴുവനും നിസാരനാക്കിയാലും അത് കാര്യമാക്കില്ല. അവനെ ഒരു രാജാവായിട്ട് ഒരു രാജാവിൻ്റെ രൂപത്തിൽ കളിയാക്കുകയാണ്. അവനെ പരിഹസിച്ച ശേഷം അവനെ ലൂക്കോസ് 23:11 എടുത്തു നോക്കാം. ഹേരോദാവ് തൻ്റെ പടയാളികളുമായി അവനെ പരിഹസിച്ച് നിസ്സാരനാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഇവനെ ഹേരോദ രാജാവ് നിസ്സാരനാക്കി. എന്നാൽ പീലാത്തോസോ അവനെ രാജാവാക്കി. പീലാത്തോസ് പറയണം, നീ രാജാവല്ലേ? യേശു, അതെ ഞാൻ രാജാവാണ്. നിസ്സാരനാക്കിയപ്പോൾ യേശു മിണ്ടാതിരുന്നു. രാജാവല്ലേ എന്ന് ചോദിച്ചപ്പോൾ, അയ്യോ ഞാൻ രാജാവൊന്നുമല്ല, ഞാനൊരു ആശാരി പണിക്കാരൻ്റെ മോനാണെന്ന് പറഞ്ഞോ.
ഇല്ല. ക്രൂശിൽ കിടക്കുമ്പോൾ യേശുവിനെ അറിയാം, ഞാൻ രാജാവാണ്, ഞാൻ മശികയാണ്. ഈ ക്രൂശിൽ ഇവരെന്നെ അടിച്ചിരിക്കുന്ന ഈ മരമുണ്ടല്ലോ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ ഉണ്ടാക്കിയ മരത്തിന്റെ ഒരു ശിഖരമാണിത്. ഇവരെന്നെ അടിച്ചിരിക്കുന്ന ആണിയുണ്ടല്ലോ, ഇത് ഈ ഭൂമിയിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ ഇരുമ്പുകളാണ്. അതുകൊണ്ടാണ് ഇവർ ഈ ആണി ഉണ്ടാക്കിയത്. ഇവരെന്നെ ആണി കൊണ്ടടിക്കാൻ ഉപയോഗിച്ച ചുറ്റികയുണ്ടല്ലോ, അതുണ്ടാക്കാൻ ഞാനാണ് ഇവർക്ക് ജ്ഞാനം കൊടുത്തത്. എത്ര പേര് കർത്താവിന് ആമേൻ പറയും? നമ്മുടെ ദൈവത്തെ അറിയണം. അവർ അവനെ നിസ്സാരനാക്കി. ആര്? ഹേരോദ രാജാവ് അവനെ നിസ്സാരനാക്കി. എന്നാൽ പീലാത്തോസ് എന്ന നാടുവാഴി അവനെ രാജാവാക്കി. യേശുവിനെ കുറിച്ച് പുരോഹിതന്മാരോടും ജനങ്ങളോട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവിനെ ഞാൻ സ്വതന്ത്രമാക്കട്ടെ? അവർ പറഞ്ഞു വേണ്ട, കാരണം അവർക്ക് അവനെ രാജാവായിട്ട് കാണാൻ കഴിയുന്നില്ല. പീലാത്തോസിന് അറിയാം ഇത് രാജാവാണ്. എന്താണ്? അവൻ്റെ ഭാര്യ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ അസ്വസ്ഥതയായി. ചെന്ന് പീലാത്തോസിനോട് പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടു, ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. സ്വപ്നത്തിൽ ഇവൻ കാരണം ഞാൻ വളരെ വിഷമിച്ചു. പീലാത്തോസിന് മനസ്സിലായി ഇതെന്തോ കാര്യമാണ്. അതുകൊണ്ട് പീലാത്തോസിന്റെ ഓരോ ഭാഗങ്ങൾ നിങ്ങൾ പോയി വീട്ടിൽ പോയി വായിച്ചോ. അവിടെയെല്ലാം പീലാത്തോസിന് 100% അറിയാം ഇത് രാജാവാണ്. എന്നാൽ പീലാത്തോസ് യേശുവിനെ ഏറ്റുപറഞ്ഞില്ല പരസ്യമായിട്ട്. ഈ ദൈവപുത്രനെ, ഈ രാജാവിനെ എൻ്റെ രാജാവായി സ്വീകരിക്കുന്നു എന്ന് പീലാത്തോസ് പറഞ്ഞില്ല. അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ ക്രൂശിലെ കള്ളന് മനസ്സിലായി, നീ രാജാവാകുമ്പോൾ, അതായത് നീ ഇപ്പോൾ മരിച്ചാലും നീ തീരില്ല, നീ രാജാവായി വീണ്ടും വരും. അപ്പോൾ എന്നെ ഒന്ന് ഓർക്കണേ. കർത്താവ് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നെ കൊണ്ട് പർദീസയിൽ പോയിട്ട് ബാക്കി 2000 കൊല്ലത്തിന് ശേഷം വരുന്നുള്ളൂ. ഇന്ന് നിന്നെ കൊണ്ട് ഞാൻ പോകും. ആ യേശുവിനറിയാം, ക്രൂശിൽ പിടയുന്ന കർത്താവിനറിയാം, ഇത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ പോവുകയാണ്. എന്നാൽ പോകുമ്പോൾ ഞാൻ ഇവനെ പർദീസയിൽ കൊണ്ടുപോകും. യേശു പോകുന്നതല്ല വലിയ കാര്യം. യേശു ഒരു മഹാപാപിയെ, കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന മഹാപാപിയെ, ജീവിതകാലം മുഴുവനും സമൂഹത്തിന് ദോഷം ചെയ്ത ഒരുവനെ അവസാന നിമിഷം ഏറ്റു പറഞ്ഞപ്പോൾ അവനെ പർദീസയിലോട്ട് കൊണ്ടുപോയിട്ട് യേശു അടുത്ത പരിപാടിയുള്ളെന്ന്. അതാണ് കർത്താവ്. രാജാവാണെന്ന് മാത്രമല്ല, രാജാവിൻ്റെ മുഴുവൻ പ്രൗഢിയോടെയാണ് യേശു അവസാനം വരെ ജീവിച്ചത്. എത്ര പേര് ആമേൻ പറയും? തിരുവെഴുത്ത് അറിഞ്ഞാൽ നമ്മൾ തെറ്റിപ്പോകില്ല. യേശുവിനെ അവർ നിസ്സാരനാക്കി. മർക്കോസ് 24 നമ്മൾ വായിച്ച ആ ഭാഗം, മർക്കോസ് 4:35 മുതൽ വായിച്ചേ. അവിടെ നമ്മൾ എന്താണ് കണ്ടത്? യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം. യേശു പറയണം, ഭയപ്പെടേണ്ട. പള്ളിപ്രമാണി കുഞ്ഞു മരിച്ചതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. യേശുവിനെ അറിയാം, ഞാനുള്ള കാലത്തോളം ഇതിന് സാധ്യതയുണ്ട്. മരണം എൻ്റെ മുമ്പിൽ വാഴില്ല. രോഗത്തിന് എൻ്റെ നേരെ നിൽക്കാൻ കഴിയില്ല. ശാപം എൻ്റെ മുമ്പിൽ നിൽക്കില്ല. യേശുവിനെ അറിയാം. യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവരും അറിയണം, എന്നിലുള്ളവൻ, 1 യോഹന്നാൻ 4:4, എന്നിലുള്ളവൻ സാഹചര്യങ്ങളെ മാറ്റുന്നവനാണ്. എന്നിലുള്ളവൻ ലോകത്തിലുള്ള സകല അനുഗ്രഹത്തെക്കാൾ വലിയവൻ എൻ്റെ ഉള്ളിലുണ്ട്. ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്നവൻ, സാഹചര്യങ്ങളെ മുഴുവനും മാറ്റിമറിക്കാൻ കഴിയുന്നവനെ എൻ്റെ കർത്താവും എൻ്റെ രക്ഷകനുമായി ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഈ സത്യം അറിയുന്നവരാണ് ജീവിതത്തിൽ ഉറച്ചു നിന്ന് ക്ഷീണിക്കാതെ, ഭയപ്പെടാതെ വീര്യം പ്രവർത്തിക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ വന്ന ഓരോ പ്രശ്നങ്ങളും ദൈവം അറിഞ്ഞിട്ട് തന്നെ വന്നതാണ്. എന്തിനാണ്? നമുക്കൊരു ഹോംവർക്ക് തന്നിരിക്കണം. നമ്മുടെ വീടിനെ നമ്മൾ മാറ്റിമറിക്കണം. നമ്മുടെ സാഹചര്യത്തെ മാറ്റണം. നമുക്ക് പരീക്ഷയ്ക്കായിട്ട് വന്നിരിക്കുന്ന അഗ്നി പരിശോധനയിൽ ഒരു അപൂർവ കാര്യം വന്നിട്ടുണ്ട്, ആർക്കും ഇല്ലാത്ത വിഷയം.
അത് നമുക്ക് തന്നിരിക്കുന്ന ഒരു നല്ല ഹോംവർക്കാണ്. അതിൽ നിന്ന് നമ്മളൊരു പുതിയ സാക്ഷ്യം പറയാൻ എഴുന്നേറ്റ് വരും. ഈ ലോകത്തിൽ ആർക്കും ഇല്ലാത്തൊരു പ്രതികൂലം, അതിൽ നിന്ന് നമ്മൾ പുറത്തു വരിക മാത്രമല്ല, നമ്മൾ ഒരു സാക്ഷിയായി മാറും. ഇതിൽ നിന്ന്, ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ചവൻ വിടുവിച്ചുകൊണ്ടേയിരിക്കുന്നു, മേലാലും എന്നെ വിടുവിക്കും. അവൻ വിടുവിച്ചവനാണ്, വിടുവിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, നാളുകളിലും വിടുവിക്കും. ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ് എൻ്റെ കർത്താവ്. എത്ര പേര് അതിന് ആമേൻ പറയും? എന്നും. എന്തിനാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയത്? ഈ സത്യങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കി നാം നമ്മെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കണം. നമ്മൾ ചാവാറായ ശേഷിപ്പ് പോലെ കിടക്കരുത്. നമ്മുടെ മനസ്സ് പലതും വിചാരപ്പെട്ട് മനം കലങ്ങി, നാളെ എന്താകും, അടുത്ത മാസം എന്താകും, കടമെങ്ങനെ വീട്ടും, ഈ രോഗത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരും, അയ്യോ ഞാൻ ഇങ്ങനത്തെ ഒരു കുടുംബ ബന്ധത്തിൽ പെട്ടുപോയതാണോ? അല്ല, ഇതെല്ലാം ദൈവം അറിഞ്ഞിട്ട് വന്നതാണ്. ദൈവം അറിയാതെ നമ്മുടെ ഒരു മുടി പോലും കൊഴിയുന്നില്ല. ഈ സത്യം യേശു പറഞ്ഞതാണ്. യേശു സത്യമാണ്. ദൈവം അറിയാതെ നമുക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അടുത്തിരിക്കുന്നവരോട് പറ, കർത്താവ് അറിയാതെ ഒന്നും സംഭവിച്ചില്ല. ഇതൊരു സത്യമാണ്. കർത്താവ് അറിഞ്ഞാണ്. എന്തിനാണ്? നാം തിരുവെഴുത്തിലൂടെ നമ്മെ മനസ്സിലാക്കി യേശുവിനെ പോലെ എഴുന്നേറ്റിട്ട് കാറ്റിനെയും തിരമാലകളെയും അനങ്ങാതിരിക്കുകയെന്ന് യേശു പറഞ്ഞതുപോലെ പറയണം. എന്നിട്ട് യേശു ശിഷ്യന്മാരോട്, പേടിച്ച് അരണ്ട് നിൽക്കുന്ന ശിഷ്യന്മാരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെ? അപ്പൊ യേശു എങ്ങനെയാണ് പ്രവർത്തിച്ചത്? യേശു ഈ ഭൂമിയിൽ പ്രവർത്തിച്ചത് വിശ്വാസം. യേശുവിനറിയാം, ഞാൻ പറഞ്ഞാൽ ഈ കാറ്റടങ്ങും. അപ്പൊ എന്തിനാണ് കാറ്റ് നമ്മുടെ നേരെ വരുന്നത്? നമ്മൾ എഴുന്നേറ്റത് പറയാനാണ്. യേശുവിന് പകരക്കാരായി ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മൾ അറിയണം, നമുക്ക് നേരെ കാറ്റുകളുണ്ട്, നമുക്ക് നേരെ തിരമാലകളുണ്ട്, നമ്മെ മറിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ കയറിയിരിക്കുന്ന ഈ വള്ളത്തെ, പടകിനെ മറിക്കുമെന്നാണ് തിരമാല പറയുന്നത്. നമ്മെ എല്ലാറ്റിനെയും വെള്ളത്തിൽ താഴ്ത്തിക്കളയുമെന്നാണ് കാറ്റ് പറയുന്നത്. മീൻ പിടുത്തത്തിൽ നല്ല പരിശീലനമുള്ള പത്രോസും യോഹന്നാനും യാക്കോബൊക്കെ ഉറക്കെ നിലവിളിച്ച് കരയണമെങ്കിൽ അവര് പോലും ഇന്ന് വരെ ഇതുപോലൊരു തിരമാല കണ്ടിട്ടില്ല. അവരെ വെള്ളത്തിൽ ആശാൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ നമ്മുടെ കിണറ്റിലും കുളത്തിലുമൊക്കെ ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ഒരു പ്രാണി നടക്കും. അതിനൊരു 5-6 കാലുണ്ട്. അവർ ഭയങ്കര സ്പീഡിൽ പോകും. അതിനെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വിളിക്കുന്നതാണ് വെള്ളത്തിൽ ആശാൻ. ഇവിടെ വിളിക്കോ? ഇവിടെ ആശാൻ തന്നെയാണല്ലേ. അപ്പോൾ ഇതുപോലെ ഈ പത്രോസ്, യാക്കോബ്, യോഹന്നാനൊക്കെ കൊച്ചുനാൾ മുതലേ കടലുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. എന്നാൽ അവർ ഇന്ന് വരെ കാണാത്ത ഒരു തിരമാല അവർ കണ്ടു, ഇന്ന് വരെ കാണാത്ത ഒരു കാറ്റ് കണ്ടു. എന്നാൽ യേശു ആ സമയത്ത് ഉറങ്ങുകയാണ്. യേശു എഴുന്നേറ്റിട്ട്, കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാകും. അതല്ല എൻ്റെ ഉള്ളിൽ വന്ന വാക്യം. അടുത്ത കാര്യം, നിങ്ങളുടെ വിശ്വാസം എവിടെ? ഈ സാഹചര്യത്തെ എന്തുകൊണ്ട് നിങ്ങൾ മാറ്റിയില്ല? ഈ പ്രതികൂലത്തെ നിങ്ങൾ എന്തുകൊണ്ട് ശാന്തമാക്കിയില്ല? ഇതാണ് ആ ഭാഗത്ത് യേശു സംസാരിക്കുന്ന കാര്യം. നിങ്ങളുടെ വിശ്വാസം എവിടെ? അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാനുള്ളതെല്ലാം ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടാണ്. അല്ലാതെ യേശുവിൻ്റെ ശിഷ്യന്മാർ അന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തത് കൊണ്ട് അവർക്ക് വിശ്വാസം വന്നിട്ടില്ലാതിരുന്നു എന്നൊന്നും എഴുതിയിട്ടില്ല. വിശ്വസിച്ചാൽ മതി. കനാന്യ സ്ത്രീ വന്നിട്ട് നായ്ക്കുട്ടികൾ മേശമേൽ നിന്ന് വീഴുന്ന നുറുക്ക് ഭക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതെന്ന് പറഞ്ഞ് നീ പൊയ്ക്കോ. പോയ വഴി വീട്ടിൽ ചെന്നപ്പോൾ ആ കുഞ്ഞ് സൗഖ്യമായിരിക്കും. ശതാധിപൻ, നീ എൻ്റെ പുരക്കകത്ത് പോലും വരണ്ട, എൻ്റെ ബാല്യക്കാരനെ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. യേശു പറഞ്ഞു, ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. വിശ്വാസം ഉണ്ടാകാനായിട്ട് പരിശുദ്ധാത്മാഭിഷേകമൊന്നും പ്രാപിക്കേണ്ട, അന്യഭാഷ പറയണമെന്നില്ല, വെളിപ്പാടും ദർശനമൊന്നും വേണമെന്നില്ല, രക്ഷിക്കപ്പെടേണ്ട, സ്നാനപ്പെടണമെന്നില്ല. ഇതൊക്കെ ആദ്യ പടിയാണ്. ഇവർ ഇറങ്ങിത്തിരിച്ച കാലത്താണ് ഇതുണ്ടായത്.
അല്ലാതെ അതൊക്കെ ആത്മീകമായിട്ടൊക്കെ വളരെ ഉന്നത നിലയിലുള്ളവർക്കാണ് കാറ്റിനെയും കടലിനെയും ശാസിക്കാൻ കഴിയുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇന്ന് കടന്നു വന്ന ഒരു വിശ്വാസിയാണോ? നിന്റെ വീട്ടിലെ കാറ്റിനെ നീ നിർത്തിക്കളയണം. ഇന്ന് നിന്റെ വീട്ടിലെ തിരമാലയോട് അനങ്ങാതിരിക്കാൻ പറയണം. യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. ആ വള്ളത്തിൽ നിന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, നമ്മൾ അനേക സങ്കടത്തിലൂടെ ഇങ്ങനെ ഗദരദേശത്തേക്ക് കടക്കേണ്ടതാകുന്നു. ഈ തിരമാലകളെല്ലാം നമുക്കുണ്ടാകും. നമുക്ക് ഈ തിരമാലകളിൽ മുങ്ങിത്താഴാം, എന്നിട്ട് നീന്തി കരയെ കയറാന്ന് പറഞ്ഞോ യേശു? ഇല്ല. യേശു എന്ത് ചെയ്തു? കാറ്റേ അടങ്ങ്, കടലെ ശാന്തമാകു. എന്നിട്ട് ബാക്കിയുള്ളവരെ വഴക്ക് പറയാണ്. യേശുവരെ ശാസിച്ചു. നിങ്ങളുടെ വിശ്വാസം എവിടെ? ഇത്രയും ദിവസം എൻ്റെ കൂടെ നടന്നിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ച വിശ്വാസം എവിടെ? നമ്മളോടും കർത്താവ് ചോദിക്കുകയാണ്, എവിടെ നിന്റെ വിശ്വാസം? നിന്റെ വിഷയത്തെ വിശ്വാസം കൊണ്ട് നീ കൈകാര്യം ചെയ്തോ? അടുത്തിരിക്കുന്നവരോട് പറ, പ്രതികൂലങ്ങളെ വിശ്വാസം കൊണ്ട് നേരിടണം. യേശുവിന് അറിയാം, എൻ്റെ മുൻപിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഞാൻ വിശ്വാസത്താൽ നേരിടും. തിരുവെഴുത്ത് എന്നെ കുറിച്ച് പറയുന്നത് പോലെ ഞാൻ പോകും. തിരുവെഴുത്തിലുണ്ട്. ഏലിയാവ് നേരിട്ടെങ്കിൽ, ഏലീശ നേരിട്ടെങ്കിൽ, യേശു എവിടുന്നാ കിട്ടിയത്? യേശുവിന് എവിടുന്ന ഈ വിശ്വാസം കിട്ടിയത്? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലുമാണ് വരുന്നത്. ഇതുപോലെ യേശുവിന് കിട്ടിയതും പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങളാണ്. യേശു പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിൻ്റെ വചനമോ ഒരു നാളും ഒഴിഞ്ഞു മാറില്ല. അതായത് ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായത് ദൈവവചനമാണ്. ദൈവവചനം സാഹചര്യങ്ങളുടെ മീതെ നടക്കാൻ നമ്മെ പ്രാപ്തരാക്കും. ഇന്ന് മുതൽ നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യണം, നമ്മൾ നിയന്ത്രിക്കണം. സാഹചര്യം നമ്മെ നിയന്ത്രിക്കരുത്, സാഹചര്യത്തെ നമ്മൾ നിയന്ത്രിക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സാഹചര്യങ്ങൾ നമ്മെ നിയന്ത്രിക്കരുത്, നാം സാഹചര്യത്തെ നിയന്ത്രിക്കണം. യേശു ആ വാക്ക് കാര്യമാക്കാതെ യായിറോസിനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം. only believe. വിശ്വസിക്കുക മാത്രം ചെയ്യുക. വേറെ ഒന്നും ചെയ്യാനായിട്ട് യായിറോസിനെ അനുവദിക്കുന്നില്ല. വെറുതെ വിശ്വസിക്കുക. അടുത്തിരിക്കുന്നവരോട് പറ, വെറുതെ വിശ്വസിക്കുക. ഈ ഭാഗമൊക്കെ നമ്മൾ എന്നും വായിക്കുന്നതാണ്. വെറുതെ വിശ്വസിക്കുക, കണ്ണും പൂട്ടി വിശ്വസിക്കുക. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എന്നെ ഒരിക്കലും എൻ്റെ കർത്താവ് ഏകനായി വിടില്ല. യേശു പറയാണ്, എൻ്റെ പിതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഇതാണ് യേശുവിൻ്റെ ധൈര്യം. ആ യേശു പറഞ്ഞു, ഞാൻ എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മളും പറയണം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ ഒരു ദിവസം പോലും ഏകനായിട്ട് വിട്ടിട്ടില്ല, ഞാൻ ഒറ്റയ്ക്കല്ല. ഒറ്റയ്ക്കെന്നൊരു വാക്ക് ഒരു വിശ്വാസിക്ക് ജീവിതകാലത്ത് പറയാൻ പറ്റില്ല. കാരണം എപ്പോഴും ഇമ്മാനുവേൽ കൂടെയാണ്. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ ദൈവം ജോസഫിൻ്റെ കൂടെ ഇരുന്നു, അവൻ തൊട്ടതിലെല്ലാം അഭിവൃദ്ധി ഉണ്ടായി. പിന്നീട് വായിക്കുന്നു, ദൈവം ദാവീദിന്റെ കൂടെ ഇരുന്നു, അവൻ എല്ലാ വഴിയിലും വിവേകത്തോടെ നടന്നു, അവൻ ഒരു ജയാളിയായി. അപ്പൊ ദൈവം ചിലരുടെ കൂടെ ഇരുന്നതാണ് പഴയ നിയമം. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ ഇമ്മാനുവേൽ, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണം. യെശയ്യാവ് 7:14. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. എല്ലാവരും ഒന്ന് പറയും, ദൈവം നമ്മുടെ കൂടെ. പഴയ നിയമത്തിൽ ചിലരുടെ കൂടെ ചിലപ്പോൾ മാത്രം ദൈവം. എന്നാൽ പുതിയ നിയമം എല്ലായ്പ്പോഴും ലോകാവസാനത്തോളം യേശു നമ്മുടെ കൂടെ. പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മുടെ കൂടെ ഇരിക്കുവാൻ. പഴയ നിയമത്തിൽ ദൈവം ചില സമയത്ത് അവരുടെ കൂടെ ഇരുന്നു, അവർ സക്സസ് ആയി. പരിശുദ്ധാത്മാവ് വന്നു, ഒരാൾ വീണ മീട്ടിയപ്പോൾ ഉടനെ ഏലീശയുടെ മേൽ ആത്മാവ് വന്നു, പ്രവചിക്കാൻ തുടങ്ങി. പുതിയ നിയമത്തിൽ യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കും.
ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. അതായത് ഒരു നാളും നിങ്ങൾ പരാജയപ്പെടാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. ഒരു ദിവസം പോലും പിശാചിന്റെ ഉപകരണമാകാൻ ഞാൻ നിങ്ങളെ വിട്ടുകൊടുക്കില്ല. ഒരു ദിവസം പോലും നിങ്ങൾ അനാഥത്വം അനുഭവിക്കില്ല. ഒരു ദിവസം പോലും നിങ്ങൾ ഡിപ്രഷനിൽ പോകാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. ഒരു നാൾ പോലും നീ തകർന്നു പോകാൻ, നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. ഞാനിവിടെ വന്നത് വേറെ ഒരു പ്രസംഗമൊക്കെ തയ്യാറാക്കിയാണ്. ഒന്നും പറയണ്ട, ഒരു 1.5 പ്രസംഗം എഴുതി എൻ്റെ കൈപ്പലക വരെയും പോയി. എന്നാൽ അത് ദൈവം എന്നെ കൊണ്ടിവിടെ പറയിപ്പിക്കുന്നില്ല. കാരണം ആരൊക്കെയോ ഏതൊക്കെയോ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആവശ്യത്തിലുണ്ട്. മുന്നോട്ട് പോകാൻ യേശുവില്ലാതെ കഴിയില്ല. അതെ, മുന്നോട്ട് പോകാൻ യേശുവുണ്ട്. തിരുവെഴുത്തും ദൈവശക്തിയും, തിരുവെഴുത്തും ദൈവശക്തിയും അറിയുന്ന വ്യക്തി ഇന്ന് മുതൽ നിങ്ങളുടെ വീട് ഉയർന്നു വരും. അല്ലെങ്കിലോ 50 വർഷമായ വിശ്വാസി, 30 വർഷമായ വിശ്വാസി ഓരോ സഭകളിൽ ചെല്ലുമ്പോൾ കാണും, 40 വർഷമായി ഞാൻ ഈ സഭയിലാണ്, എൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തെ അറിയുന്ന ജനം അങ്ങനെയുള്ള കണ്ണുനീരിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കില്ല. നീ ആരെന്ന് നീ അറിയണം. നീ മാത്രമല്ല നിലനിൽക്കുന്നത്, നീ കാരണം അനേകർ നിലനിൽക്കും. നീ കാരണം അനേകർ സൗഖ്യമാകും. നിന്റെ നിലനിൽപ്പോ നീ കാരണം എത്ര ആയിരങ്ങൾ വിടുവിക്കപ്പെടാൻ പോയി. അറിയണം തിരുവെഴുത്തും ദൈവശക്തിയും. തിരുവെഴുത്തറിയണം. കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ സഭായോഗത്തിന് ഒരു ഫാമിലി ഇവിടെ വന്നു. നമ്മുടെ ചർച്ചിൻ്റെ പുറകിലിരിക്കുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞു. അവർ മറ്റൊരു നാട്ടിൽ നിന്ന് വന്നവരാ. മീറ്റിംഗ് കഴിഞ്ഞു. നമ്മുടെ സഹോദരന്മാരെല്ലാം സംസാരിച്ചു. കർത്താവിൻ്റെ ദാസൻ സിബു എന്നിവിടെയുണ്ട്. അമ്മയുടെ കൂടെ ഒരാഴ്ച പാർക്കാമെന്നാണ്. എനിക്കൊന്ന് നാളെ പോവുകയാണ്. സന്തോഷം ഈ ഒരാഴ്ച ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിൽ. അപ്പോൾ ദേവദാസൻ സിബു സംസാരിച്ചു, ഇവിടെ ടെഡി സംസാരിച്ചു, മറ്റു പലരും സംസാരിച്ചു. അപ്പം ഞാനോർത്ത് അവരൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ പോയി. പക്ഷെ അവർ പറഞ്ഞു പാസ്റ്റർ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവർ വന്നു, അവരുടെ അടുത്ത് വന്നു. അവരെന്നോട് പറഞ്ഞു, അപ്പം ഞാൻ നിന്ന് വർത്താനം പറയണം. എന്നോട് പറഞ്ഞേ നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ഞങ്ങൾക്കും ഒരു തിരക്കുമില്ല. കർത്താവിൻ്റെ വേലക്കിറങ്ങിയേക്കാണ്. 24ഉം 25ഉം വയസ്സുള്ള ഒരു ഫാമിലി. അവരുടെ നല്ല ജോലി, വിദേശത്തെ നല്ല ജോലിയൊക്കെ കളഞ്ഞ് അവർ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ഈ ഇന്ത്യയിലുള്ള രക്ഷിക്കപ്പെടാത്ത ഗോത്രങ്ങളെ, യേശുവിനെ അറിയാത്ത ഗോത്രങ്ങളെ അവർ കണ്ടുപിടിച്ചു. സുവിശേഷം കേൾക്കാത്ത ഗോത്രങ്ങളുണ്ട്. അവർക്ക് ആ ഗോത്രങ്ങൾ, എല്ലാ വംശങ്ങളും ഗോത്രങ്ങളും ജാതികളും എല്ലാം ദൈവത്തെ ആരാധിക്കുമെന്നുള്ള വെളിപ്പാട് പുസ്തകത്തിലെ വാക്യമാണ് ദൈവം അവരോട് ഇടപെട്ടത്. അപ്പം ഏതൊക്കെ ഗോത്രങ്ങളിൽ സുവിശേഷം എത്തിയില്ല. ഒരിക്കലും ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് കേട്ടു, അനേക ഗോത്രങ്ങൾ സുവിശേഷം എത്താത്ത എത്രയോ 1000 ഗോത്രങ്ങൾ ഭൂമിയിലുണ്ടെന്ന്. അത് കേട്ടപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ജോലി രാജിവെച്ചു. നല്ല ഉയർന്ന ജോലി, നല്ല ജീവിത ചുറ്റുപാട് വെച്ചിട്ട് രാജിവെച്ചിട്ട് ഏതെല്ലാം ഗോത്രങ്ങൾ സുവിശേഷം എത്തിയില്ല അവിടെയെല്ലാം സുവിശേഷം എത്തിക്കാനായിട്ട് അവരങ്ങോട്ട് ഇറങ്ങി. നമ്മുടെ ആലപ്പുഴയിൽ ഒരു കൊച്ചു വലിയ ഹോട്ടൽ, ചെറിയൊരു ഹോട്ടലിൽ വന്ന് ചെറിയ ഒരു ദിവസം 1000 രൂപ അത്രയൊക്കെ അതിൽ താഴെയുള്ള ഒരു റെൻറ്റിനുള്ള ഒരു ഹോട്ടലിൽ പാർത്ത് സാധാ ഭക്ഷണം കഴിച്ച്. ചൂടെങ്ങനെയുണ്ട് ഇവിടുത്തെ? ഒരു കുഴപ്പമില്ല. നമുക്കാണെങ്കിൽ ചൂട്. തണുപ്പുള്ള നാട്ടിൽ നിന്ന് വന്നവർക്ക് ചൂടൊന്നും വിഷയമില്ല. കാരണം അവർ സഹിക്കാൻ ഇറങ്ങിയവരാണ്. മീറ്റിംഗ് കഴിഞ്ഞു. ഇവിടുത്തെ യൂത്ത് മീറ്റിങ്ങിൽ ഇവരെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാൻ യൂത്ത് മീറ്റിങ്ങിൽ അവരെ പിടിച്ചു കയറ്റി. സുവിശേഷം അറിയിക്കുന്ന കാര്യങ്ങൾ അവർ എഴുതി പഠിപ്പിച്ചു. ഒരു ബോർഡ്, വെള്ള ബോർഡിൽ ഭർത്താവ് പ്രസംഗിക്കുന്നത്, ഭാര്യ വരക്കും പടമായിട്ട് വരച്ച് വാക്യമൊക്കെ ബൈബിളിൽ നിന്ന് നോക്കി ഭർത്താവ് പ്രസംഗിക്കുന്നു, ഭാര്യ മുട്ടിന്മേൽ നിന്നുകൊണ്ട്. ഒരു പരിചയമില്ലാത്ത നാട്ടിൽ, ഭാഷ അറിയില്ല.
ഇവിടുത്തെ കാലാവസ്ഥ അവർക്ക് നേരെ വിപരീതമാണ്. എന്തിനിറങ്ങി? വചനം എല്ലാവരിലും എത്തണം. വചനം എല്ലാ ഗോത്രങ്ങളിലും എത്തണം. വചനം കൊണ്ട് എല്ലാവരും നിറയണം. മനുഷ്യന്റെ ജീവിതം മാറാൻ വചനം വേണം. ദൈവവചനം, വചനം യേശുവാണ്. യേശു ഒരാളുടെ ഉള്ളിൽ വന്നാൽ ആ വ്യക്തി പുതിയ സൃഷ്ടിയായി. അവന്റെ പഴയ കാലങ്ങൾ പിന്നെ അവൻ അതിജീവിക്കും. അവന്റെ സാഹചര്യത്തെ അവൻ ജയിക്കും. യേശു ഒരുവനിൽ വന്നാൽ, ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഈ സത്യം തിരുവെഴുത്ത് അറിഞ്ഞത് കൊണ്ടാണ് ഇദ്ദേഹം, ഈ കുടുംബം അതിനുവേണ്ടി ഇറങ്ങിയത്. അടുത്ത ദിവസം ക്ലാസ് എടുക്കുക മാത്രമല്ല, തിങ്കളാഴ്ച നമ്മുടെ ചർച്ചയിൽ നിന്ന് കുറെ ചെറുപ്പക്കാരെ കൂട്ടിയിട്ട് അവർ ഈ തീരദേശത്ത് പല വീടുകൾ കയറി ഇറങ്ങി, ഹോട്ടലുകളിലൊക്കെ ചെന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞു, സുവിശേഷം പറയാൻ നമ്മുടെ ചെറുപ്പക്കാരെ പഠിപ്പിച്ചു. 1.5 മണിക്കൂർ കൊണ്ട് 32 വീടുകൾ, 32 വ്യക്തികളെ കണ്ടുമുട്ടി. സുവിശേഷം യേശു ചെയ്യുന്നത് പോലെ. അവർക്ക് സമയമുണ്ട്. അതിനുശേഷം അവർ വേറെ നാട്ടിൽ പോയി തിരിച്ച് എൻ്റെ ഒരു സമയം നോക്കി തിരിച്ചു വന്ന് എന്നെ കുറെ കാര്യം പഠിപ്പിച്ചു. സുവിശേഷം അറിയിക്കണം. എന്താണ്? 24 വയസ്സുള്ള ഒരു കുടുംബം എനിക്ക് കുറച്ചുകൂടി കാര്യം പറഞ്ഞു തരാൻ വേണ്ടി വീണ്ടും തിരിച്ചു വന്നു. വചനം, വചനത്തിന്റെ ശക്തി അറിയുന്നവരാണ് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഈ വചനം മാത്രമേ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തൂ. അതുകൊണ്ട് വചനത്തിൽ നിൽക്കണം, വചനം പരക്കണം. അപ്പോസ്തല പ്രവൃത്തി 6 വായിക്കുന്നു, അവർ പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരുന്നു. ഉടനെ ദൈവവചനം ആ ദേശത്ത് പരന്നു. ദൈവവചനമുള്ള സ്തേഫാനോസൊക്കെ എഴുന്നേറ്റ് അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. ദൈവവചനം കൊണ്ട് നിറഞ്ഞ ഫിലിപ്പോസ് പോയ ശമരിയ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. വചനം സന്തോഷം കൊണ്ടുവരും, വചനം സൗഖ്യം കൊണ്ടുവരും. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരുടെ കൂടെ ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചു. വചനത്തെ ഉറപ്പിക്കും. നാം ആദ്യം വചനം പറയണം, പുറകെ ഉറപ്പിക്കുന്ന അത്ഭുതം പുറകെ വരും. ആദ്യം വചനം പറയണം, അത്ഭുതം വരും. നമ്മുടെ വീട്ടിൽ വചനം പറയണം, പുറകെ അത്ഭുതം നടക്കും. എങ്ങനെയാ പാസ്റ്റർ അത് അങ്ങനെ പറയുന്നത്? സാമ്പത്തിക പ്രതിസന്ധി, മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധി ഉള്ളവരാണോ? നിങ്ങൾ പറയണം. എന്ത് പറയണം? പൗലോസ് പറഞ്ഞതുപോലെ പറയണം. ഫിലിപ്പിയർ 4:19 പോലെ പറയണം. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം. എങ്ങനെ? ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം. കുറച്ച് ധനമാണോ? അല്ല, തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ കുറച്ചൊക്കെ തീർത്ത് തരുമായിരിക്കും. ആണോ? പൂർണ്ണമായി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, പൂർണ്ണമായും തീർത്തു തരും. ഈ വചനം നമ്മുടെ വീട്ടിൽ ദിവസവും ഒന്ന് പറയാമോ? പുറകെ ദൈവപ്രവൃത്തി വന്ന് കയറുന്നത് കാണാം, വിടുതലുകൾ വന്ന് കയറുന്നത് കാണാം. ഇന്ന് മുതൽ പറ, എൻ്റെ വിസയുടെ കാര്യം ശരിയാകും, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയും, എൻ്റെ പേഴ്സ് ഒരിക്കലും കാലിയാകില്ല, എൻ്റെ ബിസിനസ് കഴുകരെ പോലെ ചിറകടിച്ച് കയറും. ബൈബിളിലെ ഏതെങ്കിലും ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളിൽ സംസാരിക്കണം. നമ്മുടെ വീടിൻ്റെ അവസ്ഥ മാറും. നമ്മൾ ഉയർച്ചകൾ കാണും, നമ്മൾ സമൃദ്ധികൾ കാണും, നമ്മൾ അഭിവൃദ്ധി കാണും. എത്ര പേര് അതിന് ആമേൻ പറയും? നമ്മൾ പറയുന്നത് പോലെ സംഭവം.